ഹലോ, ഞങ്ങൾ ഒരു സജീവ വായ്പയിൽ പ്രവേശിച്ചു. ഇഎംഐ പരിശോധിക്കാൻ ഞങ്ങളിവിടെയുണ്ട്. ഇഎംഐ ഷെഡ്യൂൾ മാറ്റണോ? നിങ്ങൾക്ക് എംഇ മാറ്റണമെങ്കിൽ, നിങ്ങൾ യെസ് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് അത് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ യെസ് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ, നിങ്ങൾക്ക് എംഇ ഷെഡ്യൂൾ കാണാൻ കഴിയും. നിങ്ങൾ നൽകുന്ന സജീവ വായ്പയുടെ ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് വിശദാംശങ്ങൾ സേവ് ചെയ്യാം. അവ മാറ്റാം. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ കരിയ ഷെഡ്യൂൾ ഡൗൺലോഡ് ആകും. നിങ്ങൾക്ക് ഇത് ഇവിടെ പങ്കിടാം. വാട്സാപ്പിൽ പങ്കിടുന്നതിലൂടെ, നിങ്ങൾക്ക് അത് പ്രിന്റ് എടുത്ത് അംഗത്തിന് നൽകാം. അംഗത്തിന്റെ ബാങ്ക് പാസ് ബുക്ക് ഞങ്ങൾ പൂരിപ്പിക്കുന്നു. ഇനി നിങ്ങൾ അത് പൂരിപ്പിക്കേണ്ടതില്ല. വായ്പയുടെ വിശദാംശങ്ങൾ തയ്യാറാക്കിയ ശേഷം, നിങ്ങൾക്ക് അത് അംഗങ്ങളുമായി പങ്കിടാൻ കഴിയും. അപേക്ഷ നിങ്ങൾക്കായി വായ്പാ ഷെഡ്യൂൾ തയ്യാറാക്കും. നമുക്ക് തിരിച്ചു പോകാം. ഞങ്ങൾ ഒരു സജീവ വായ്പയിൽ പ്രവേശിച്ചു. ഞങ്ങൾ വിശദാംശങ്ങൾ സംരക്ഷിക്കും. ഞങ്ങളുടെ ഡാറ്റ ഇതിനകം തന്നെ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തിരികെ പോകാം. ഇവിടെ അനിതയുടെ പേരിൽ ഒരു ലോൺ എൻട്രി നടത്തിയിരിക്കുന്നത് കാണാം. അനിത 2-3 തവണ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും അനിതയുടെ പേര് കാണിക്കില്ല. അനിതയുടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വായ്പയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ, ഇവിടെ വീണ്ടും അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. അനിത അത് വീണ്ടും തിരഞ്ഞെടുക്കും, തുടർന്ന് നിങ്ങൾക്ക് സജീവമായ വായ്പ നൽകാം. നന്ദി.